തിരക്ക് പിടിച്ച വർത്തമാനകാല ജീവിതത്തിലെ തെറ്റായ ഭക്ഷണശീലങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും ഈ കാലത്ത് മികച്ച ഒരു ഭക്ഷണ സങ്കല്പത്തോടൊപ്പം ആരോഗ്യകരവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ഒരു പരിവർത്തനവും കൂടി ആവശ്യമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാനുള്ള യാത്രയിലാണ് കണ്ണൂർ മാട്ടൂലിലെ MDP ഹഫ്സ. എൻ്റെ പേര് ഹഫ്സ. ഞാൻ കണ്ണൂരാണ്. മാട്ടൂലാണ് എൻ്റെ ജനിച്ച സ്ഥലം. ഞാനൊരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇതിലേക്ക് എത്തിച്ചത്. നമ്മൾ ഒരുപാട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഇഷ്യൂസ് ഇല്ലാത്തവർ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അതിനെടുക്കുന്ന അപ്രോച്ച് പൊതുവെ നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവാറില്ല. ആ ഒരു ഇൻഫർമേഷന്റെ ബേസിൽ ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. അതിൽ പറയുന്നത് നമ്മുടെ ബോഡിയിൽ എല്ലാവരുടെ ബോഡിയിലും ഒരു സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അത് നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതൊരു സയന്റിഫിക്കൽ പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇത് ഡോക്ടർ യോഷിനോരി ഒസുമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീഫ് ബയോളജിസ്റ്റ് ഉണ്ട് ജപ്പാനില്. 2016 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പൊ അവർ ആ സ്റ്റഡി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മളുള്ള ഒരു മിഥ്യാധാരണ, നമ്മൾ ഓയിൽ കഴിക്കാൻ പാടില്ല, പിന്നെ ഗീ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയിട്ടുണ്ട്. ഞാൻ അത്ര കാര്യങ്ങൾ കഴിക്കാത്ത ഒരാളായിരുന്നു. ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹബ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അമരക്കാരി. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധാപൂർവമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ ഹബ്സ് മുന്നോട്ട് വെക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാക്കാനുള്ള കാരണം? അതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കപ്പോഴാണ് നമ്മള് ദിനേന കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, നമ്മള് ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, വെജിറ്റബിൾസ്, കിഴങ്ങ് വർഗ്ഗങ്ങള്, വേണ്ട എല്ലാ ഐറ്റംസിലും നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന, ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ്, അതിന് ഘടകങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റുക? അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് എനിക്കിത് മനസ്സിലാക്കേണ്ടി അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഒരു ഫുഡിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് സെൻറ്റർ മൈസൂരിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും. അങ്ങനെ മൈസൂരിൽ CFTR എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ മകനെയും കൂട്ടി പോയി. അവിടെ ഗ്രെയിൻസിനെ കുറിച്ചിട്ട് ഏറ്റവും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ധാന്യങ്ങളെന്ന് പറയുന്നത് എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ കുറഞ്ഞിട്ടുള്ള ഒരു ധാന്യങ്ങളെന്ന് പറഞ്ഞ് കിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കുറവുള്ളത് മില്ലറ്റ് മാത്രമാണ്. പക്ഷെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഈ മില്ലറ്റിലായാലും അദ്ദേഹം മനസ്സിലാക്കി തന്നെ 60 to 75% അതിലും കാർബുണ്ട്. ഒരു ഷുഗർ പേഷ്യൻ്റ് ആണോ അത്ര ആൾക്കാർക്ക് ഇതായാലും ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത ഒരു 3 നേരം വെച്ച് കഴിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഹബ്സിനെ പിന്നെ എന്ത് കഴിക്കും അതിന്റെ ഒരു ഉത്തരാണ് ഹബ്സിന്റെ എല്ലാ പ്രോഡക്ട്സുകളും. വൈവിധ്യമായ ആഹാര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ പോഷകങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഭക്ഷണത്തിൽ ഷുഗർ ഡെപ്പോസിറ്റ് കൂടാതിരിക്കാൻ ഏതു ധാന്യങ്ങൾ എടുക്കുമ്പോഴും അത് ആകെ ആഹാരത്തിൻ്റെ 1/4 അല്ലെങ്കിൽ അതിലും കുറവ് ആയിരിക്കുകയും വേണം. ബാക്കി വരുന്ന 3/4 ഭാഗത്തിൽ ഇതര ഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ രീതിയാണ് ഹബ്സ് ശുപാർശ ചെയ്യുന്നത്. ഇത് നോർമൽ റൈസിന് പകരമായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് 4% മാത്രമാണ് ഇത് ധാന്യം ആഡ് ചെയ്യുന്നുള്ളൂ. അതിന് പകരം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, കോക്കനട്ട് പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭാഗങ്ങൾ. ഇതിൽ നമുക്ക് നോർമൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുമ്പോൾ അതിൽ 28% ഷുഗർ ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഞാൻ ഹബ്സിൻ്റെ ഈ ഒരു മീല കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ 12 ഗ്രാം മാത്രമാണ് ഷുഗർ വരുന്നുള്ളൂ. ഒരിക്കലും അതൊരു ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മുടെ ബോഡിയിൽ 3 നേരം കഴിച്ചാൽ തന്നെ ഒരു അത്രയും കാര്യമായിട്ട് എഫക്റ്റ് ഉണ്ടാക്കില്ല. നമ്മളൊരു ചപ്പാത്തിയാണ്, റോട്ടിയാണെങ്കിൽ ഹബ്സിൻ്റെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 8 ഗ്രാം മാത്രമാണ് ഒരു 2 ചപ്പാത്തിയിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ബ്രോക്കോളിക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 5-ൽ താഴെയാണ്.
അപ്പോൾ അത്രയും ഒരു വെജിറ്റബിൾ കഴിക്കുന്ന ആ ഒരു കാർബിൻ്റെ എഫക്റ്റ് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ബോഡിയിൽ ഒരിക്കലും 3 നേരം ഫുഡ് ഇത്തരം ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഗ്ലൂക്കോസിൻ്റെ എഫക്റ്റ് ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്യില്ല. 2023 ഒക്ടോബർ 11 ഹബ്സ് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പിന് തുടക്കമിടുന്നത്. ന്യൂട്രീഷൻ, വെൽനസ് എന്നീ ആശയങ്ങൾ മുൻനിർത്തി തുടങ്ങിയ ഹബ്സിന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ മേഖലയിൽ മുൻപന്തിയിലെത്താൻ സാധിച്ചു. ഡെസേർട്ട് ക്രീമാണ് ഇത്. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാം, ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരു ഡയറ്റ് ചെയ്യുന്നവരോ ആഫ്റ്റർ മീൽ നമുക്കൊരു ഡെസേർട്ട് കഴിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്നത്. അപ്പം ആ ഒരു ഫീലിനെ നമ്മൾ റെസ്പെക്റ്റ് ആൻഡ് വാല്യൂ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോക്കനട്ട് ഡെസേർട്ട് ക്രീം എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഫ്രൂട്ട് സലാഡ് അതുപോലെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ഡെസേർട്ടിൻ്റെ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഷുഗറോ അഡിക്റ്റീവ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ കോക്കനട്ട് മിൽക്കും അതുപോലെ കുറച്ച് അതിൽ കൗ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ശരിക്കും ഒരു ആഫ്റ്റർ മീൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവുക ഇത്തരം പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് ആപ്പിൾ സിറർ വിനീഗറാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഹബ്സിൻ്റെ സ്പെഷ്യൽ ആകുന്നത് ഇതിൽ മദർ കൾച്ചർ കൂടുതലാണ്. അതുപോലെ ഇത് പാസ്ചറൈസ് ചെയ്യുന്നില്ല, ഫിൽറ്റർ ചെയ്യുന്നില്ല. മദർ കൾച്ചർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ബാക്ടീരിയൽ ബെനിഫിഷ്യൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ആക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. സെയിം ടൈം ഇതിൽ നമുക്ക് ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം കുറക്കുക. അതാണ് ഹബ്സിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. നമ്മളൊരു ഡെയിലി ഒരു 50-60 ഗ്രാമിൽ അത്രയും കാർബോഹൈഡ്രേറ്റ് മാത്രമേ നമ്മൾ ഡെയിലി ഉണ്ടാകാൻ പറ്റൂ. അപ്പോൾ ഹബ്സിൻ്റെ ഫുഡ് പ്രോഡക്ട്സ്, മീൻ ഐറ്റംസുകൾ നമ്മൾ 3 നേരം വെച്ച് കഴിച്ചാലും നമുക്കൊരു 50-60 നിർത്താൻ പറ്റും. ഇപ്പം നോർമൽ നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് ഒറ്റ ടൈം തന്നെ നമ്മളൊരു 28 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഇൻടേക്ക് ആവും. ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. മാത്രമല്ല നമുക്ക് ഒരു മീല് കഴിഞ്ഞ് നെക്സ്റ്റ് മീലിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈം പീരീഡ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ ഉണ്ടാകുമ്പോൾ. അല്ലാതെ നമുക്ക് നോർമൽ ഒരു ഫുഡാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രേവിങ്സും ഉണ്ട്. ഗ്ലൂക്കോസിൻ്റെ ആ ഒരു ഇൻസുലിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ആർത്തിയാണ് ഉണ്ടാവുക. ഹബ്സിൻ്റെ ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവില്ല. ഇന്നവേറ്റീവായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൊണ്ട് ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ, അതാണ് ഹബ്സിൻ്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഷുഗറുണ്ടോ? ഉണ്ടെങ്കിൽ ഭക്ഷണം നല്ലവണ്ണം കഴിച്ചോളൂ. പക്ഷേ അത് നല്ല ഭക്ഷണമായിരിക്കണം. ലോ കാർബുള്ള എന്നാൽ പോഷകങ്ങൾ ഒട്ടും തന്നെ പാഴാക്കാത്ത ഭക്ഷണം കഴിക്കണം. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് ഹബ്സിൻ്റെ പ്രത്യേകത. നമ്മൾ ദിവസവും കഴിക്കുന്ന നാടൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഷുഗറിനെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഹബ്സ് ഭക്ഷണം തയ്യാറാക്കുന്നത്. കാബേജ്, കോളിഫ്ലവർ പോലുള്ള ക്രൂസിഫറസ് കുടുംബത്തിൽ നിന്നുള്ള പച്ചക്കറികളും തേങ്ങ, നട്ട്സ് എന്നിവ 80%, അരി, ഗോതമ്പ്, മില്ലറ്റ് എന്നിവ 20% ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം. മിൽക്ക്, കെഫിർ, കോക്കനട്ട് യോഗർട്ട്, കോക്കനട്ട് ഡെസേർട്ട് ക്രീം തുടങ്ങി ബ്രെയിൻ ഹെൽത്തിന് ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യവും പ്രായോഗികവുമായ കണ്ടെത്തൽ പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ്. മിൽക്ക് പലർക്കും ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെ നമ്മളൊരു ഫെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് കെഫീർ എന്ന് പറയും. ഇത് പാലിനേക്കാൾ തൈരിനേക്കാളും യോഗട്ടിനേക്കാളും ഒക്കെ വളരെ ബെനിഫിഷ്യൽ, ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ആക്കുന്നതാണ്. പാലുൽപ്പന്നങ്ങൾ ഫെർമെൻറ്റേഷൻ മുഖേന നമ്മുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും നന്നായി ഗുണം ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയെ സംഭാവന നൽകുന്ന ഒന്നാണ്. അങ്ങനെയാണ് യോഗർട്ട്, കെഫിർ, തൈര്, നെയ്യ്, പനീർ, ചീസ് എന്നിവ പോലുള്ള വിവിധ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഹബ്സ തീരുമാനമെടുത്തത്. പാലുൽപ്പന്നങ്ങളിൽ കെഫിർ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഹബ്സ് ഗ്ലോബൽ ഉൽപ്പന്നങ്ങളിൽ കെഫിറിന് ആവശ്യക്കാർ ഏറെയാണ്. ഹബ്സയുടെ രുചി വൈവിധ്യങ്ങളുടെ പ്രശസ്തി വിദേശ രാജ്യങ്ങളിൽ പോലും എത്തിക്കഴിഞ്ഞു. ഈ മേഖലയിൽ ഒരുപാട് അംഗീകാരങ്ങളും ഹബ്സയെ തേടിയെത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖല വിപുലമാക്കി ഈ രംഗത്തെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഹബ്സ ലക്ഷ്യമിടുന്നത്.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.